അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ബംഗ്ലാദേശികൾ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ പിടികൂടുകയും തിരിച്ചയച്ചതായും തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആസാമിൽ നിന്നും ഇതിനോടകം തന്നെ ഇപ്പോൾ നിരവധി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി അവരെ നാടുകടത്തുന്ന പ്രക്രിയ നടന്നു വരുന്നതിനിടയിലാണ് വീണ്ടും 14 ബംഗ്ലാദേശികൾ അവരെ പിടികൂടിയതായി തന്നെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി ഒരൊറ്റ ബംഗ്ലാദേശി പോലും ഇന്ത്യൻ മണ്ണിൽ തുടരാൻ, ആസാമിന്റെ മണ്ണിൽ തുടരാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അനധികൃതമായി കടന്നു പോകുന്നവരെ തടയുന്നതിനായി ആസാം പോലീസും മറ്റ് സുരക്ഷാ സേനയും അതിർത്തി നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് ഏറ്റവും പുതിയ നാടുകടത്തൽ അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സമീപ ആഴ്ചകളിൽ അധികാരികൾ തിരച്ചിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിച്ച നിരവധി ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടുന്നതിനും തുടർന്ന് അവരെ തിരിച്ചയക്കുന്നതിനായി തന്നെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അതിന് കാരണമാവുകയും ചെയ്തു. നിയമവിരുദ്ധ കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചവർക്കെതിരെ തന്നെ നടപടിയെടുക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഔപചാരിക ധാരണയിൽ, കരാറിലേക്ക് എത്താൻ പോലും താൻ കാത്തിരിക്കില്ല, അതിനു മുന്നേ വേണ്ട നടപടി സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ ഹിമന്ത് വിശ്വ ശർമ്മ അവിടെ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ നാടുകടത്തൽ ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഒരു പുതിയ നയചട്ടക്കൂട് ഇതിനോടകം തന്നെ അവിടെ പ്രായോഗികത്തിൽ വരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക വികസനവും തദ്ദേശീയ അവകാശങ്ങളുടെ സംരക്ഷണവും എന്ന ഇരട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് BJP തുടർച്ചയായി തന്നെ 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് തന്നെ അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. 2026 പ്രതിവർഷം 10,000 മുതൽ 15,000 വരെ വിദേശികളെ നാടുകടത്താൻ സംസ്ഥാനം ഉദ്ദേശിക്കുന്നതായി തന്നെ ഈ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1985 ആസാം കരാറിലെ ഒരു നിയമപരമായ പഴുതിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഒരിക്കൽ വിദേശികളായി തന്നെ തിരിച്ചറിഞ്ഞ വ്യക്തികളെ പുറത്താക്കുന്നതിനുള്ള വ്യക്തമായ ഒരു രൂപരേഖ അതിൽ ഇല്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലായി തന്നെ വിദേശികളായി പ്രഖ്യാപിക്കപ്പെട്ടവർക്ക് ജാമ്യം ലഭിച്ചുകൊണ്ട് പലപ്പോഴും തടങ്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുമായിരുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. അത് ഫലപ്രദമായി അവർക്ക് സ്വതന്ത്രമായി തന്നെ തുടരാൻ ഒരു അനുമതിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇനി അവർക്ക് ലഭിക്കില്ല എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. അതേസമയം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ നാടുകടത്തിയ ബംഗ്ലാദേശി വനിതകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുംബൈയിൽ വെച്ച് പോലീസ് പിടിയിലായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. മുംബൈ പോലീസിന്റെ പ്രത്യേക പരിശോധനയിലാണ് ഇവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായി തന്നെ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 38 വയസ്സുകാരിയാണ് ആദ്യം പിടികൂടിയത്. സുലേഖ ജമാൽ ഷേഖ് എന്ന ഇവർ മുംബൈയിലെ കാമാത്തിപുര ഭാഗത്ത് അവിടെ താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇവരെ ഇന്ത്യൻ അധികൃതർ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയതാണ്. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വനമേഖല വഴി ഇവർ വീണ്ടും രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇവരുടെ പക്കൽ പാസ്പോർട്ടോ വിസയോ മറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിലെ വലിയ രീതിയിൽ അവർ അതിർത്തി കടക്കാൻ സഹായിച്ച സംഘങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.